ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ദ റിട്രീറ്റ് എന്ന് പറഞ്ഞ പോം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെൻറി വാൺ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ദ റിട്രീറ്റ് എന്ന് പറഞ്ഞ പോം ഡിസ്കസ് ചെയ്യാം. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെൻറി വാൺ. അപ്പോൾ നമ്മൾ ദ ഈസ്റ്റർ വിങ്സ് എന്ന് പറഞ്ഞ പോം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു റിലീജിയസ് പോമാണ്. നമുക്ക് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വാലിറ്റിയും ഒക്കെ നമുക്കിതിൽ കാണാം. ഇറ്റ് വാസ് എ മെറ്റാഫിസിക്കൽ പോം ഓൾസോ. ഇറ്റ് വാസ് റിട്ടൺ ബൈ മെറ്റാഫിസിക്കൽ പോയറ്റ് ഹെൻറി വാൺ. അപ്പോൾ നമ്മുടെ പോയത്തിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പോയിറ്റിൻ്റെ ആ ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പോയിറ്റ് കുഞ്ഞായിരുന്ന സമയത്ത് എത്രത്തോളം ഇന്നസെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എത്ര പരിശുദ്ധമായിരുന്നു, തെറ്റുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു കാര്യം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒന്നും ചെയ്യാത്ത ഒരു കളങ്കമില്ലാത്ത ഒരു പ്രായം, ആ പ്രായത്തിലോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഹീസ് ലോങ്ങിങ് ഫോർ ദാറ്റ് ലോസ്റ്റ് പ്യുവർ ടൈം. ആ ഒരു പ്യുവറായിട്ടുള്ള ആ ഒരു ടൈമിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അത് ലോസ്റ്റ് ആയതിൻ്റെ ഒരു വിഷമം ആണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുക. ലോങ്ങിങ് ടു ഗെറ്റ് സ്പിരിച്വലി പ്യുവർ അഗെയിൻ. ആൻഡ് നമ്മുടെ പോയത്തിൽ ഒത്തിരി നമുക്ക് മനസ്സിലാവും നമ്മുടെ പോയറ്റിൻ്റെ ആ ഒരു വേദന, ആ ഒരു പീരീഡ് ലോസ്റ്റ് ആയി പോയതിൻ്റെ വേദന. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയെന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. മെയിനായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലോട്ട് പോവാം. ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെൻറി വാൺ ഇൻ 17th century മെറ്റാഫിസിക്കൽ പോയറ്റ്. ദെൻ പാർട്ട് ഓഫ് ഹിസ് കളക്ഷൻ സിലക്സ് സിൻഡിലൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോം കളക്ഷനായിട്ടുള്ള സിലക്സ് സിൻഡിലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഫോക്കസസ് ഓൺ സ്പിരിച്വൽ തീംസ്. അപ്പോൾ സ്പിരിച്വൽ തീംസ് ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ദ പോം എക്സ്പ്രസസ് നൊസ്റ്റാൾജിയ ഫോർ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് ആൻഡ് എ ഡിസയർ ടു റിട്ടേൺ ടു എ പ്യുവറർ ഡിവൈൻ സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു പ്യുവറായിട്ടുള്ള സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പോയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ ഇതിൽ തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി വരുന്നുണ്ട്. ദെൻ ദി ലോസ് ഓഫ് ഇന്നസെൻസ് ഒരു തീമായി വരുന്നുണ്ട്. കറപ്ഷൻ ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾസോ ഹി എക്സ്പ്രസസ് എ ഡീപ്പ് ലോങ്ങിങ് ടു റിട്ടേൺ ടു ഹിസ് ഏർലിയർ ഇന്നസെൻറ്റ് സെൽഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ തീംസ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കരുത്. നിങ്ങൾ എഴുതി തന്നെ വെക്കുക. എഴുതുന്ന അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ പോയിൻ്റ് 1-2 നിങ്ങളുടെ മൈൻഡിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ടോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് റിട്ടൺ ഇൻ റൈംഡ് കപ്ലെറ്റ് ക്രിയേറ്റിംഗ് എ സ്മൂത്ത് ഫ്ലോയിങ് റിതം. റൈംഡ് കപ്ലെറ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ മെലങ്കോളിക് ആൻഡ് റിഫ്ലക്റ്റീവ് ടോൺ ഷോയിങ് റിഗ്രറ്റ് ഫോർ ലോസ്റ്റ് ഇന്നസെൻസ്. ഒരു മെലങ്കോളിക് ടോണാണ് അല്ലേ. ദെൻ ആ ഒരു ലോസ്റ്റ് പീരീഡിൻ്റെ ആ ഒരു റിഗ്രറ്റ് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്. ദി പോം റിഫ്ലക്ട് ദി ക്രിസ്ത്യൻ ബിലീഫ് ഇൻ ദി സോൾസ് പ്രീ എക്സിസ്റ്റൻസ്, എ ടൈം വെൻ ദി സോൾ വാസ് പ്യുവർ ആൻഡ് ക്ലോസ് ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പീരീഡാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ. ആ ഒരു ടൈമിൽ ഭയങ്കര പ്യുവറാണ്, അല്ലെങ്കിൽ നമ്മുടെ സോൾ അത്രയും പ്യുവറാണെന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് ഗോഡിൽ നിന്ന് നമ്മൾ അകന്ന് വരികയാണ്. അതാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ബിലീഫ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ദെൻ as life progresses, worldly desires take over, distancing the speaker from divine truth. അപ്പോൾ ലൈഫ് പ്രോഗ്രസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ വേൾഡ്ലി ഡിസയേഴ്സ് ടേക്ക് ഓവർ, ഡിസ്റ്റൻസിങ് ദ സ്പീക്കർ ഫ്രം ഡിവൈൻ ട്രൂത്ത്. ആ സത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഡിവൈൻ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മളെ അകന്നു പോകുന്നു, അല്ലെങ്കിൽ അത് അകറ്റി കൊണ്ടുപോകുന്നു. വേൾഡ്ലി ഡിസയേഴ്സാണ് നമ്മളെ അകറ്റി കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. ദെൻ ദി പോയറ്റ് സീക്സ് എ സ്പിരിച്വൽ റിട്രീറ്റ് ലോങ്ങിങ് ടു റീകണക്ട് വിത്ത് ഗോഡ്. പോയറ്റ് വീണ്ടും നമ്മുടെ ഗോഡിനായിട്ട് ഒരു റീകണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു സ്പിരിച്വൽ ടൈമിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദെൻ നമുക്കിതിൽ ഇമേജറിയോ അതുപോലെ തന്നെ സിംബോളിസും എന്തൊക്കെയാണ് നോക്കാം.
ലൈറ്റ് ആൻഡ് പ്യൂരിറ്റി സിംബിളൈസസ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. അപ്പോൾ ഇതിലെ ലൈറ്റും അതുപോലെ തന്നെ പ്യൂരിറ്റിയും എന്തിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്? സിംബിളൈസസ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ചൈൽഡ്ഹുഡിലെ ഇന്നസെൻസിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്. ദെൻ ദി വേൾഡ് ആസ് എ കറപ്റ്റിംഗ് ഫോഴ്സ് ലീഡിങ് ദി സോൾ എവേ ഫ്രം ഇറ്റ്സ് ഡിവൈൻ ഒറിജിൻ. വേൾഡിനെ എന്താ ഒരു കറപ്റ്റിംഗ് ഫോഴ്സ് ആയിട്ടാണ് പറയുന്നത്. എന്താ സോളിനെ ഡിവൈൻ ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ ആ ഡിവൈൻ ആയിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നു. ബാക്ക്വേർഡ് ജേർണി ഓർ റിട്രീറ്റ് റെപ്രസെൻറ്റ് ദി പോയിറ്റ് വിഷ് ടു റിട്ടേൺ ടു ദി സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്. ആ ഒരു പഴയ കാലത്തോട്ട് തിരിച്ചു പോകാൻ വേണ്ടി പോയിറ്റ് ആഗ്രഹിക്കുന്നു. നമ്മുടെ പോയത്തിൻ്റെ മെയിനായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ദി കീ ഐഡിയ, ദി ഫർദർ വൺ മൂവ്സ് ഇൻ ടു അഡൽട്ട്ഹുഡ് ദി മോർ വൺ ഡ്രിഫ്റ്റ് ഫ്രം സ്പിരിച്വൽ പ്യൂരിറ്റി. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് വേൾഡ്ലി പ്ലഷേഴ്സിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലോട്ട് നമ്മൾ അതിലോട്ട് തിരിയുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ആ പ്യൂരിറ്റി ലോസ്റ്റ് ആവുന്നു എന്ന് പറയുന്നു. ദെൻ ദി പോയറ്റ് ഡിസയേഴ്സ് റിപ്പറ്റൻസ് ആൻഡ് ഡിവൈൻ ഗൈഡൻസ് ടു റീഗെയിൻ ഹിസ് ലോസ്റ്റ് ഇന്നസെൻസ്. ഇതിലൊക്കെ പറയുന്ന കാര്യം എന്താ? നമ്മുടെ പോയറ്റ് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പഴയ സ്റ്റേറ്റിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് നമ്മുടെ പോയത്തിലും പറയുന്നത്. സ്പിരിച്വൽ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കണം. അതാണ് ഒരു റിലീജിയസ് ഫോമാണെന്ന് പറയുന്നത്. ദെൻ ഇറ്റ് എൻഡ് വിത്ത് hope for spiritual renewal, emphasizing that faith can lead back to God. അപ്പം ഗോഡിലോട്ട് തന്നെ തിരിച്ചെത്തും, അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പോം എൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പോം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കീ പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഇൻ കേസ് ഒരു എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കീ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കീ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയാൽ നിങ്ങൾക്കത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പോയത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത ഈസ്റ്റ് ഓഫ് വിങ്സ് എന്നുള്ള പോയത്തിൽ നിന്നാണെങ്കിൽ രണ്ടും റിലീജിയസ് ഫോമാണ്. നിങ്ങൾ എന്തായാലും ഒരു ഷോർട്ട് നോട്ട്സ് പോലെ കീപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് ഒന്നുകൂടെ അട്രാക്റ്റീവായിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാൻ വേണ്ടി സിമ്പിൾ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ ദി പോയറ്റ് റീകോൾ ഹിസ് ചൈൽഡ്ഹുഡ് ആസ് എ ടൈം ഓഫ് പ്യൂരിറ്റി വെൻ ഹി ഫെൽറ്റ് ക്ലോസർ ടു ഗോഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു ടൈം ഭയങ്കര പ്യുവറായിട്ടുള്ള ടൈമായിട്ട് നമ്മുടെ പോയറ്റ് പറയുകയാണ്. ദെൻ ഹി ബിലീവ്സ് ദാറ്റ് ബിഫോർ ഹി ബിക്കെയിം വേർഡ്ലി ആൻഡ് സിൻഫുൾ ഹിസ് സോൾ വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ലൈറ്റ്. അപ്പോൾ അദ്ദേഹം വലുതാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ അഡൽട്ട്ഹുഡിലോട്ട് കിടക്കുന്നതിന് മുന്നേ അദ്ദേഹം ഭയങ്കര ഒരു സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻറ്റ് ആൻഡ് ലൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നു. ദെൻ ഹി ലോങ്സ് ടു റിട്ടേൺ ടു ദാറ്റ് ടൈം സീയിങ് ഇറ്റ് ആസ് എ റിട്രീറ്റ് ഫ്രം ദി ട്രബിൾസ് ഓഫ് അഡൽട്ട്ഹുഡ്. അപ്പോൾ ഈ അഡൽട്ട്ഹുഡിൽ നിന്നൊക്കെ ഈ ട്രബിൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡൽട്ട്ഹുഡിൽ നിന്ന് തിരിച്ച് ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ദെൻ സ്റ്റാൻസ 2 പറയുന്ന കാര്യം എന്താ? അദ്ദേഹം എത്രത്തോളം ഈ വേൾഡ്ലി പ്ലഷേഴ്സിലൊക്കെ ഇൻവോൾവ് ആവുന്നോ അല്ലെങ്കിൽ എത്രത്തോളം വലുതാവുന്നോ അപ്പോൾ അത്രത്തോളം അദ്ദേഹം ആ പ്യൂരിറ്റിയിൽ നിന്നും ഒറിജിനിൽ നിന്നും അദ്ദേഹം അകന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഹി ഡിസ്ട്രാക്റ്റഡ് ബൈ വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് ഡ്രിഫ്റ്റഡ് അവേ ഫ്രം ഹിസ് ഒറിജിനൽ പ്യൂരിറ്റി. പിന്നെ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യാണ്. ഹൗ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ് ഹാവ് ഡിസ്റ്റൻസ്ഡ് ഹിം ഫ്രം ഗോഡ്. നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു എക്സ്പീരിയൻസസൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഗോഡിൽ നിന്നും ദൂരത്തോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ദി മോർ ഹി മൂവ്സ് ഫോർവേഡ് ഇൻ ലൈഫ് ദി മോർ ഹി ഫീൽസ് ഹി ഈസ് ലോസിങ് ഹിസ് സ്പിരിച്വൽ കണക്ഷൻ. അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും അല്ലെങ്കിൽ വലുതാവും തോറും അദ്ദേഹം ആ ഒരു സ്പിരിച്വൽ കണക്ഷനിൽ നിന്ന് വിട്ടു പോരുന്നു. ദെൻ സ്റ്റാൻസ 3 ദി പോയിറ്റ് എക്സ്പ്രസസ് ഹിസ് ഡീപ്പ് ഡിസയർ ടു റിട്ടേൺ ബാക്ക്. അപ്പോൾ തിരിച്ച് ആ ഒരു സ്റ്റേറ്റിലോട്ട് തിരിച്ച് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്റ്റാൻസ 3 പറയുന്നത്. ഹി വിഷസ് ടു റിവേഴ്സ് ഹിസ് ജേർണി ആൻഡ് റിട്രീറ്റ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഹോളിനെസ് ഫ്രീ ഫ്രം ദി ബർഡൻസ് ഓഫ് സിൻ. ഈ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാപഭാരത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് തിരിച്ച് ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള പീരീഡിലോട്ട് പോകാനുള്ള ഒരു ലോസ്റ്റ് ആയിട്ടുള്ള ടൈമിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം, ലോങ്ങിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി സ്റ്റാൻസ 4 പിന്നീട് അദ്ദേഹം ഇൻ ദി ഫൈനൽ ലൈൻസ് ദി പോയറ്റ് പ്രേസ് ഫോർ സ്പിരിച്വൽ റിന്യൂവലിന് വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് പ്രാർത്ഥിക്കുന്നു. ഹി ഹോപ്സ് ദാറ്റ് വെൻ ഹി ഡൈസ് ഹി സോൾ വിൽ ഫൈനലി ബി ഫ്രീ ഫ്രം വേൾഡ്ലി കറപ്ഷൻസ് ആൻഡ് വിൽ റിട്ടേൺ ടു ഗോഡ്. തിരിച്ച് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ മരണത്തിലൂടെയെങ്കിലും അദ്ദേഹത്തിന് ആ ഒറിജിനൽ ഹോമിലോട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിച്ച് പോകാൻ പറ്റുമെന്നാണ് നമ്മുടെ പോയറ്റ് ആഗ്രഹിക്കുന്നത്. ദെൻ ദി പോം കൺവേസ് എ സെൻസ് ഓഫ് റിഗ്രറ്റ് ഫോർ ലോസ്റ്റ് ഇന്നസെൻസ് ആൻഡ് എ ഹോപ്പ്ഫുൾ ലോങ്ങിങ് ഫോർ സ്പിരിച്വൽ റിഡംഷൻ. അദ്ദേഹത്തിൻ്റെ ലോസ്റ്റ് ആയിട്ടുള്ള ഇന്നസെൻസിന് വേണ്ടിയിട്ട് ഒരു ലോങ്ങിങ്ങും അതുപോലെ തന്നെ ഹോപ്പ്ഫുൾ ഫോർ
സ്പിരിച്വൽ റിഡംഷന് വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷയെ നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. സിമ്പിളായിട്ടുള്ള പോമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയാലല്ലേ നമുക്ക് ഇടുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.